ലൈംഗിക പീഡന കേസ് പ്രതിയായി മനുവിനെ ക്രിക്കറ്റ് കോച്ചായി തുടരാൻ അനുവദിച്ചത് വീഴ്ചയാണെന്ന് സമ്മതിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചില കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് തിരഞ്ഞെടുത്തത്. മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കും. കേസിൽ മനുവിനെ സംരക്ഷിച്ചിട്ടില്ലെന്നും KCA പ്രസിഡന്റ് JH ജോർജ്. പരിശീലകനെതിരെ ലൈംഗിക അതിക്രമ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. 2022 മനുവിനെതിരെ ആദ്യ ആരോപണം ഉയർന്നത്. എന്നാൽ കുട്ടികളോ രക്ഷിതാക്കളോ അസോസിയേഷനിൽ പരാതി നൽകാത്ത സാഹചര്യത്തിൽ ചൈൽഡ് ലൈനും പോലീസും അന്വേഷണം നടത്തിയപ്പോഴാണ് KCA കാര്യങ്ങൾ അറിഞ്ഞത്. പിന്നീട് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ തിരിച്ചെടുത്തതിലൂടെ KCAക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് സമ്മതിക്കുന്നതായി ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇവരെ ഇതിൽ നിന്ന് പിന്മാറണമെന്നോ അല്ലെങ്കിൽ ഇവരുടെ മനുവിനെ സംരക്ഷിക്കാൻ വേണ്ടി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രമിക്കുന്നതായിട്ടോ എവിടെയും പരാതിയാണ്. ഹൈക്കോടതി മനുവിന് ജാമ്യം അനുവദിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഈ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞിട്ട് ഈ പേരൻസും കുട്ടികളും കൂടി വന്ന് നമ്മളിത് രണ്ടാമത് ഇത് തുടങ്ങണം, ഇവിടെ ഞങ്ങളുടെ കുട്ടികളുടെ ട്രെയിനിങ്ങിൽ നിന്ന് പോകുന്നു, നിങ്ങൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതും ഇപ്പോൾ ഈ പരാതി പറഞ്ഞ കുട്ടികളുടെ പേരൻസും കുട്ടികളും എല്ലാം കൂടി വന്നു. അതേസമയം മനുവിനെ മറ്റെവിടെയും ജോലിക്കായി എടുക്കരുതെന്ന് KCA എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനെയും രേഖാമൂലം അറിയിച്ചു. നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ മനുവിന്റെ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും നിർദ്ദേശം നൽകി. പരാതികളുണ്ടായാൽ പരിശോധിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും വനിതകളടങ്ങുന്ന ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിക്കാനും KCA തീരുമാനിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.